ക്വസ്റ്റ്യൻ നമ്പർ 1. കേരള കൗമുദി സ്ഥാപകൻ സി.വി. കുഞ്ഞിരാമൻ. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിളിച്ചത് ലോർഡ് കഴ്സൺ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കി ആർച്ച് ഡാം. കുറ്റിപ്പുറം പാലം ഏത് നദിക്ക് കുറുകെയാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല വെള്ളാനിക്കര, തൃശ്ശൂർ. മലയാള മനോരമ ആരംഭിച്ച വർഷം 1888. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം മീൻമുട്ടി. കേരള പാണിനി എന്നറിയപ്പെടുന്നത് A.R. രാജരാജവർമ്മ. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് പുന്നമടക്കായൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP R. ശ്രീലേഖ. സഹോദരൻ അയ്യപ്പൻ്റെ യഥാർത്ഥ പേര് K. അയ്യപ്പൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മണികണ്ഠേശ്വരപ്പുഴ. മിഷൻ 676 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളത്തിലെ സാക്ഷരതാ പദ്ധതി. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരള കലാമണ്ഡല സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ 3D തിയേറ്റർ ഏരിസ് പ്ലക്സ്, തിരുവനന്തപുരം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-25. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽമരം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോ. APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം കൈലാസനാഥ ക്ഷേത്രം, എല്ലോറ. ഭാരതരത്നം ആദ്യം ലഭിച്ച വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഓപ്പറേഷൻ പോളോ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഹൈദരാബാദ് സംയോജനം 1948 നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി, ഹിമാചൽ. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയ വർഷം 2014 ഒക്ടോബർ 2. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ച്. ദണ്ഡി യാത്ര തുടങ്ങിയ തീയതി 1930 മാർച്ച് 12. ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട 1975. പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയ വർഷം 2014. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും. 1954 ഏപ്രിൽ 29. ഇന്ത്യയിലെ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 2005 ഒക്ടോബർ. ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല വയനാട്. 2025 ലക്ഷ്യം പ്രഖ്യാപിച്ചു. കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ത്? ഭവനരഹിതർക്കെല്ലാം സുരക്ഷിതമായ വീട് നൽകുക. ഇത് 2016 ആരംഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അയർലൻഡ്. നീതി ആയോഗിൽ നിലവിൽ വന്നത് ഏത് പ്ലാനിംഗ് ബോർഡിൻ്റെ പകരമായാണ്? പ്ലാനിംഗ് കമ്മീഷൻ. 2015 ജനുവരി 1.